പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്തിനാ മാഷിങ്ങനെ ഓടിപ്പിടിച്ച് വരുന്നത്? കുറച്ച് കഴിഞ്ഞതും എക്സാം ഡ്യൂട്ടി തീർത്ത് ധൃതി പിടിച്ച് തങ്ങൾക്കരികിലേക്ക് നടന്നു വന്ന ധ്യാനെ കണ്ട് രാധു ഇരുന്നേടുന്ന് എണീറ്റ് പതിവ് പല്ലവി ആരംഭിച്ചു. എൻ്റെ രാധു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രാധുവിൻ്റെ അരികിലേക്ക് വന്ന് അവളെ ചേർത്ത് പിടിച്ച് വീർത്തുന്തി അവളുടെ വയറിൽ തടുകിക്കൊണ്ട് ധ്യാൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഷേ, ഇനി നിൽക്കാനിരിക്കാനും വയ്യ, നമുക്ക് വീട്ടിൽ പോകാം. കുറേ നേരം ഇരുന്ന അസ്വസ്ഥതയിൽ രാധു നടു താങ്ങിക്കൊണ്ട് പറഞ്ഞു. പോവാം മിത്ര, താനും വാ. നിങ്ങൾ പൊക്കോ, ഞാൻ ബസ്സിന് പോയിക്കോളാം. ഡെബിയെ ഒരു നോക്ക് കാണാനായി അവരുടെ കൂടെ പോകാൻ മടിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് ഇയറിന് എക്സാം ഉള്ളത് കൊണ്ട് ഡെബി എക്സാം ഡ്യൂട്ടിയിലായിരുന്നു. അത് വേണ്ട, ഡെബി പ്രത്യേകം പറയുന്നതാ നീ സേഫായി വീട്ടിലെത്തിക്കാൻ. ധ്യാൻ പറഞ്ഞത് കേട്ട് മിത്ര പരിധിത്വത്തെ ഒരു ചിരിയവന് നൽകി. ശരിക്കും അവൾക്ക് ഡെബിയോട് തന്നെ കാണാൻ വരാത്തതിൽ പരിഭവം തോന്നി. ഒപ്പം അവനെ കാണാൻ പറ്റാത്തതിൽ സങ്കടവും. വാ മിത്രേ, നമുക്ക് ഒരുമിച്ച് പോകാം. രാധു കൂടെ നിർബന്ധിച്ചതും മിത്ര പിന്നെ എതിർത്തൊന്നും പറയാതെ അവരുടെ കൂടെ പോയി. എന്നെ വീട്ടിലേക്ക് ആക്കി തന്നാൽ മതി. കാറ് കുറച്ച് മുന്നോട്ട് പോയതും മിത്ര ഡാനോടായി പറഞ്ഞു. അവിടെ ആരുമില്ല, ഞങ്ങളുടെ കൂടെ നിന്നെ കൊണ്ടുപോകാനാ ഡെബി പറഞ്ഞത്. ഈ ചാൻ അങ്ങനെ പലതും പറയും, ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. അത് വേണോ? അവിടെ എല്ലാവരും വരാൻ വൈകില്ലേ? അതുവരെ നീ തനിച്ച്. എനിക്ക് പേടിയൊന്നുമില്ല ധ്യാൻ ചേട്ടാ. അവസാനം മിത്രയുടെ വാശിക്ക് മുമ്പിൽ അവർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നിരുന്നു. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഗേറ്റിന് മുമ്പിലെത്തിയതും ധ്യാൻ കാർ നിർത്തിയതും മിത്ര കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് മിത്ര അവരോട് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ പിന്നെ വരാം. രാധു പറഞ്ഞത് കേട്ട് മിത്ര ഒന്ന് ചിരിച്ച് അവരോട് യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് കയറി. പൂച്ചട്ടിയുടെ അടിയിൽ നിന്ന് കീ എടുത്ത് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് കയറി. റൂമിലെത്തി പിൻ ചെയ്ത ഷോള് ഊരി മാറ്റുമ്പോഴാണ് മിത്രയുടെ ഫോൺ റിങ് ചെയ്തത്. ആരാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മിത്ര വേഗം ബാഗിൽ നിന്ന് ഫോണെടുത്ത് അറ്റൻഡ് ചെയ്തു. എന്നതാ ദേവാ ഇത്? ഈയിടെയായി വാശി കുറച്ച് കൂടുന്നുണ്ടേ. ഫോൺ എടുത്ത പാടെ ഡേവിഡ് ഗൗരവത്തിൽ മിത്രയോട് ചോദിച്ചു. അതിൽ തന്നെ ധ്യാൻ വിളിച്ച് താൻ ഇവിടെയാണെന്ന കാര്യം അവനെ അറിയിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ദേവാ, നീ കേൾക്കുന്നില്ലേ? മിത്രയുടെ മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട് ഡേവിഡ് ചോദിച്ചു. പിന്നെ എന്നതാ ഒന്നും മിണ്ടാത്തത്? അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അവിടെ കൂടെ പോയാൽ ഞാൻ വരില്ല എന്ന് കൂട്ടാൻ. എനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ ഞാൻ, അതുകൊണ്ട് എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൽ പേടിയില്ല. ഡെവി പറഞ്ഞത് കേട്ട് കെറുവോടെ മിത്ര പറഞ്ഞു. വാദിച്ച് ജയിക്കാൻ ഞാനില്ല. ഡോർ 2 ലോക്കാക്കി ഉള്ളിൽ തന്നെ ഇരുന്നോണം. ഞങ്ങൾ ആരും വരാതെ പുറത്തിറങ്ങരുത്. അറിയാലോ, ആര് വന്നാലും ഡോർ തുറക്കരുത്. പിന്നെ ഭക്ഷണം മറക്കാതെ കഴിക്കണേ. ഓ, എനിക്കിതൊക്കെ അറിയാം, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ശരി ദേവാ, എക്സാം തുടങ്ങാനായി. എന്നതിനും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണേ. അത്രയും പറഞ്ഞതും ഡെവി കോള് കട്ട് ചെയ്തതും മിത്ര ഷോൾ ഊരിമാരി ടോപ്പ് ഊരാൻ നിന്നതും ബെഡിലെ കുഞ്ഞു പില്ലോ കണ്ടതും മിത്ര അതെടുത്ത് കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് ടോപ്പ് പൊക്കി പില്ലോ മടക്കി വയറിൽ വെച്ചു. തന്നെ ഇപ്പോൾ കണ്ട ശരിക്കും ഗർഭിണികൾ പോലെ ഉണ്ടെന്ന് കണ്ടതും മിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ഇരുവരും ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പോയി. എന്നിട്ടും ഒരു കുഞ്ഞിനെ കിട്ടാത്ത കാര്യം ആലോചിച്ചതും മിത്രയുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. വയറിൽ വെച്ച പില്ലോ എടുത്ത് ബെഡിലേക്ക് എറിഞ്ഞ് മിത്ര ബെഡിലേക്ക് കമിഴ്ന്ന് കിടന്നു. സങ്കടം കാരണം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ തന്നെ കിടന്ന് മിത്ര ഉറങ്ങിപ്പോയിരുന്നു. നിർത്താതെയുള്ള ഫോൺ ബെല്ല് കേട്ടാണ് മിത്ര ഉറക്കം വന്നത്. തൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് കണ്ടതും മിത്ര വേഗം കോൾ എടുത്തു. അമ്മയോടും അപ്പയോടും ഏടത്തിയോടും സംസാരിച്ചെങ്കിലും പാട്ടിയോട് മാത്രം അവൾ സംസാരിച്ചില്ല. കാരണം പാട്ടി ഫോൺ എടുത്താലും തന്നെ മനഃപൂർവ്വം എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിക്കുന്ന അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ പോകുമ്പോഴും മിത്ര പാട്ടിയോടധികം സംസാരിക്കാൻ നിൽക്കാറില്ല. കാള് വെച്ച് കഴിഞ്ഞതും സമയം 7 ആയത് കണ്ടതും മിത്ര ഞെട്ടി. വേഗം തന്നെ മുഖം അമർത്തി തുടച്ച് മിത്ര താഴേക്ക് നടന്നു. ഹാളിലേക്ക് എത്തിയ മിത്ര കാണുന്നത് സെറ്റിയിൽ ബുക്കും തുറന്നു വെച്ചിരുന്ന് കാര്യമായി പഠിക്കുന്ന കുഞ്ഞുണ്ണിയാണ്. നീറ്റ് എക്സാം അടുത്തത് കൊണ്ട് തന്നെ അതിലെഴുതി കിട്ടണമെന്ന വാശിയിലാണ് ചെക്കിന്. കുഞ്ഞുട്ടാ, നീ എപ്പോൾ വന്നു? കുറച്ച് സമയമായി ചേട്ടത്തി. ഞങ്ങൾ വരുമ്പോൾ ചേട്ടത്തി നല്ല ഉറക്കായിരുന്നു. മിത്രയുടെ ശബ്ദം കേടുന്ന ബുക്കിൽ നിന്നും മുഖം വീഴ്ത്തി കുഞ്ഞൂട്ടം പറഞ്ഞു. വന്നപ്പോൾ എന്നെ വിളിച്ചുകൂടായിരുന്നോ? എക്സാമിൻ്റെ ഡേറ്റ് വന്നപ്പോൾ മുതൽ ചേട്ടായി ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ചേട്ടത്തി എത്തി പഠിപ്പിക്കലായിരുന്നു. അപ്പോൾ ഉറങ്ങിക്കോട്ടെന്ന് കരുതി. നീ ആടെ കൂടെ വന്നേ? ചേട്ടായി വന്നു, ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. ഡാനി അപ്പനൊന്നും വന്നില്ലേ? ഇല്ല, ഡാനിച്ചൻ അവസാന ദിവസമല്ലേ കോളേജിൽ, അപ്പോൾ വൈകുമെന്ന് പറഞ്ഞു.
സൂപ്പർ മാർക്കറ്റിൽ തിരക്കായതുകൊണ്ട് അപ്പന് ഇത്തിരി കഴിയുമെന്ന് പറഞ്ഞു. കാപ്പി കുടിച്ചോടാ നീ? ചേട്ടായിട്ട് തന്നു. എന്നാ നീ പഠിച്ചോ. അത് പറഞ്ഞ് മിത്ര കിച്ചണിലേക്ക് നടന്നതും കുഞ്ഞൂട്ടൻ വീണ്ടും ബുക്കിലേക്ക് മുഖം പൊഴുത്തിയിരുന്നു. മിത്ര അടുക്കളയിലെത്തുമ്പോൾ കാണുന്നത് രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കുന്ന ഡെബിയാണ്. ഒരു കൈലിയും ബനിയനുമാണ് വേഷം. ഡെബിയൊന്ന് നോക്കി വേഗം മുഖം തിരിച്ചു അവള്. ദേവാ. ഡെബിയെ കണ്ടിട്ട് മിത്ര കാണാത്ത പോലെ അടുക്കള വശം വഴി പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും പിന്നിൽ നിന്ന് ഡെബിയുടെ വിളി കേട്ടതും അവൾ നിന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഡോറ് ലോക്ക് ചെയ്യാൻ. ഡോറ് ലോക്ക് ചെയ്യാതെ കിടന്നുറങ്ങിയ നേരം വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിലോ? ഡെബി അവളെ ശകാരിക്കാൻ തുടങ്ങിയതും മിത്രി ഒന്നും പറയാതെ പരിഭവത്തിൽ മുഖം വീർപ്പിച്ചു നിന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞതല്ലായിരുന്നോ? ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നതാ ദേവാ ഇത്? ഡേവിഡ് പറഞ്ഞപ്പോഴാണ് മിത്രയ്ക്ക് ഭക്ഷണം കഴിക്കാത്തതിനെ കുറിച്ചുള്ള ചിന്ത വന്നത്. ഇത്രയും ദിവസം ഉറക്കമൊഴിച്ച് പഠിച്ച ക്ഷീണമൊക്കെ കാരണം നന്നായി ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ കൊച്ചു മറന്നിരുന്നു. ദേവാ, ഞാൻ നിന്നോടാ പറയുന്നത്. നീ എന്നതാ കൊച്ചു ഭക്ഷണം കഴിക്കാതിരുന്നത്? ഡെബിയുടെ ചോദ്യത്തിന് മുഖം വീർപ്പിച്ച് ചുണ്ടുകോട്ടി അടുക്കള വഴി പുറത്തേക്ക് നടന്നു അവള്. മിത്രയുടെ പോക്ക് കണ്ട് കാര്യം അറിയാവുന്ന ഡെബി ഒന്ന് നിശ്വസിച്ച് തൻ്റെ ജോലി തിരക്കിലേക്ക് തിരിഞ്ഞു. മിത്ര കുളിച്ചു മാറ്റി ഉടുത്തിരുന്ന ഡ്രസ്സ് അലക്കിയിട്ട് അടുക്കള വഴി തന്നെ ഉള്ളിലേക്ക് കയറി. ഇവിടെ വന്നിരുന്നത് കഴിക്ക് ദേവാ. മിത്ര വരുന്നത് കണ്ടതും ഫ്ലാസ്കിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. എനിക്ക് വേണ്ട. ഡെബിയെ നോക്കാതെ മിത്ര പറഞ്ഞു. കഴിക്കാനാ പറഞ്ഞത്, വന്ന് കഴിക്ക്, പട്ടിണി കിടക്കാൻ പറ്റില്ല. മിത്ര വേണ്ടെന്ന് പറഞ്ഞത് കേട്ട് ഡെബി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും അവൻ തന്നോട് ദേഷ്യപ്പെട്ടു എന്ന തോന്നലിൽ അവളുടെ മുഖം വീർത്തു. ഡെബിയൊന്ന് കനപ്പിച്ച് നോക്കി മിത്ര അവൾക്കായി പ്ലേറ്റിലെടുത്ത് വെച്ച ബജിയും ചായ ഗ്ലാസും എടുത്ത് ഹാളിലേക്ക് നടന്നു. നിനക്ക് വേണോടാ കുഞ്ഞൂട്ട ചായ? മിത്ര കുഞ്ഞൂട്ടിന് അരികിലെ സെറ്റിയിൽ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. വേണ്ട, ഞാൻ കുടിച്ചതാ. കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് മിത്ര ഒരു പീസ് ബജിയിൽ നിന്നുള്ളിയെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവളും കഴിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും ഡാനിയും അപ്പച്ചനും വന്നതും മിത്ര മനഃപൂർവ്വം ഡെബിയെ അവഗണിച്ച് അവരുടെ കൂടെ കൂടി. താൻ പിണങ്ങി നടക്കുന്നത് കണ്ടിട്ടും ഡെബി മൈൻഡ് ചെയ്യാത്തത് കണ്ട് മിത്രയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. പിണക്കത്തിൻ്റെ തോതിരട്ടിയായി. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും തൻ്റെ പണികൾ വേഗം ഒതുക്കി മിത്ര റൂമിലേക്ക് പോയി. ബാക്കി പണികളെല്ലാം തീർത്ത് ഫ്രഷായി ഡേവിഡ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചീകി മുളഞ്ഞിടുന്ന മിത്രയാണ്. ഒരു കുറവും വരാതെ ഇപ്പോഴും വീർത്തിരിക്കുന്ന അവളുടെ മുഖം കണ്ടതും ഡെവി ചിരിയോടെ ഡോറ് ചാരി മിത്രക്ക് അരികിലേക്ക് നടന്നു. കടക്കണ്ണിട്ടുള്ള നോട്ടത്തിൽ ഡെവി വരുന്നതറിഞ്ഞ മിത്ര ഒന്നും അറിയാത്ത പോലെ മുടി കെട്ടുന്നതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു നിന്നു. തൻ്റെ വയലിലൂടെ രണ്ട് കരങ്ങൾ ഇഴഞ്ഞു വന്ന് തന്നെ ചുറ്റിപ്പിടിക്കുന്നത് അറിഞ്ഞതും മിത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞുവെങ്കിലും അവളത് സമർത്ഥമായി മറച്ചു വെച്ച് ജാടയിട്ട് നിന്നു. എന്നതാ കൊച്ചിന് പിണക്കാണോ? മിത്രയുടെ തോളിൽ താടി കുത്തി നിന്നുകൊണ്ട് ഡേവിഡ് ചോദിച്ചുവെങ്കിലും മിത്ര ഒന്നും മിണ്ടിയില്ല. എന്നാത്തിന് എൻ്റെ കൊച്ചിന് ഇപ്പം പിണക്കം? മിത്ര ഇട്ടിരുന്ന ബനിയനിടയിലൂടെ കൈയിട്ട് അവളുടെ വയറിൽ തലോടിക്കൊണ്ട് കണ്ണാടിയുടെ മിത്രയുടെ മുഖത്തേക്ക് നോക്കി ഡേവിഡ് ചോദിച്ചു. ചുമ്മായിരിക്കും ചായ. കള്ളഗൗരവത്തിൽ വയറിൽ തടവി തലോടുന്ന ഡെവിയുടെ കൈകളെ തട്ടി മാറ്റാൻ ഒരു പായശ്രമം നടത്തിക്കൊണ്ട് മിത്ര പറഞ്ഞു. എന്നതാ ഈ പിണക്കത്തിൻ്റെ കാര്യം? പറ കൊച്ചേ. ഞാൻ ഈ ചായനോട് മിണ്ടത്തില്ല. ഇപ്പം എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല. എക്സാമിൻ്റെ ഡേറ്റ് വന്ന അന്ന് തുടങ്ങിയതാ ഈ ചായൻ്റെ ഒരുമാതിരി ഹിറ്റ്ലറിനെ പോലെ പെരുമാറൽ. അതൊക്കെ പോട്ടെ, ഇന്നെന്താ എൻ്റെ അടുത്തേക്ക് വരാത്തത്? ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു ചായ വരുമെന്ന്. വയറിലിഴയുന്ന ഡെവിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. അയ്യേ, ഈ നിസാര കാര്യങ്ങൾക്കാണോ ദേവാ ഈ മുഖം വീർപ്പിക്കുന്നത്? മിത്ര പറഞ്ഞ കുഞ്ഞു പരാതി കേട്ട് ചിരിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചതും അവൻ തന്നെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് ഇഷ്ടക്കേട് കൊണ്ട് മിത്രയുടെ മുഖം ഒന്നുകൂടെ വീർത്തു. ഇനി അതിന് മുഖം വീർപ്പിക്കണ്ട. തിരക്ക് കൊണ്ടല്ലേ എനിക്ക് വരാൻ പറ്റാത്തത്. അതിന് വാശി പിടിച്ച് ഇവിടെ തനിച്ച് നിൽക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മിത്രയുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. തനിച്ചൊന്നും ശീലാകേണ്ടേ? ഡെവി പറഞ്ഞത് കേട്ട് കെറുപോടെ മിത്ര പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ പിണക്കം മാറിയില്ലേ? ഇല്ല, ഈ ചാൻ എന്നോട് ഒരു സ്നേഹവുമില്ല. അതുകൊണ്ടല്ലേ എന്നെപ്പോഴും പഠിക്കെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിരുന്നത്. എൻ്റെ ദേവാ, അത് നിന്നോട് ഇഷ്ടമില്ലാണ്ടല്ല കൊച്ചേ, ഇഷ്ടം കൂടിയതുകൊണ്ടല്ലേ. മിത്രയുടെ കാതിൽ ചുംബിച്ച് നാവ് കൊണ്ട് ചെവിയിൽ കളം വരച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. പിന്നെ ഇഷ്ടം കൂടി എല്ലാവരും വഴക്ക് പറയാറില്ല ചെയ്യാറ്. തലയൽപ്പം ചിരിച്ച് ഡേവിഡ് പറഞ്ഞത് കേട്ട് ചുണ്ടുകൂട്ടിക്കൊണ്ട് മിത്ര പറഞ്ഞു. എൻ്റെ കൊച്ച് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനല്ലേ, അല്ലാതെ ഞാൻ എൻ്റെ കൊച്ചിനെ വഴക്ക് പറയൂ? നീ എൻ്റെ മുത്തല്ലേ?
മിത്രയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി മിത്രയുടെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞ് അവളുടെ മുഖമെല്ലാം ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. ശരിക്കും? മിത്ര ഡേവിയുടെ നെഞ്ചിലേക്ക് ചാരി കുറുമ്പോട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. സത്യം. ദേ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ ദേവയാണ്. മിത്രയുടെ വലത് കൈ എടുത്ത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് ചിരിയോട് ഡേവിഡ് പറഞ്ഞതും മിത്രയുടെ മുഖം ഒന്നുകൂടെ തെളിഞ്ഞു. ഇനി എന്നോട് ദേഷ്യപ്പെടുമോ? ഡെവിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മിത്ര ചോദിച്ചു. പാടിക്കാതിരുന്നാൽ ദേഷ്യപ്പെടും. അതിനെൻ്റെ പഠനം കഴിഞ്ഞില്ലേ? മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് ചിരിക്കുകയല്ലാതെ ഒന്നും പറയാതെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇപ്പൊ പിണക്കം മാറിയില്ലേ? മിത്രയുടെ നെറ്റിയിൽ നിന്ന് മധുരങ്ങൾ എടുത്തുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഇല്ലല്ലോ, കുറച്ചുകൂടി ഉണ്ട്. ഓഹോ, ഇവിടെ കൂടെ ഉമ്മ തന്നാ ചിലപ്പം മാറുമായിരിക്കും. തൻ്റെ ഇരു കവളും താടിത്തുമ്പും ചുണ്ടും വിരൽ കൊണ്ട് തൊട്ട് കുസൃതി ചിരിയോടെ മിത്ര പറഞ്ഞു. ആണോ? മിത്രയുടെ മുഖത്ത് ചിരി കണ്ട് ഡേവിഡ് ചോദിച്ചതും മിത്ര അതേന്ന രീതിയിൽ തലകുലുക്കിയതും ഡേവിഡ് അവളുടെ മുഖമാകെ പ്രണയത്തോടെ ചുണ്ടുകൾ ചേർത്തു. മിത്രയുടെ ചുണ്ടൊടുക്കി ബാക്കി മുഖത്തെല്ലാം എടുത്ത് ചുംബനം കൊണ്ട് മൂടി അവളിൽ നിന്ന് തൻ്റെ അതിരങ്ങൾ മോചിപ്പിച്ചതും മിത്ര ഡെവിയെ കൂർപ്പിച്ച് നോക്കി. ഒരു ഉമ്മ തന്നൂടെ ചെയ്യാ, കുറേ ദിവസമായില്ലേ? ഡെവിയെ നോക്കി കെറുവോടെ മിത്ര പറഞ്ഞതും അവൻ ചിരിച്ച് അവളുടെ അതിരങ്ങളിൽ ഒന്ന് മുത്തിവിട്ടതും മിത്ര ദേഷ്യത്തിൽ അവൻ്റെ പിടിയിൽ നിന്ന് കുതിര വെട്ടിത്തിരിഞ്ഞ് ബെഡിൻ്റെ അരികിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും അതിനു മുമ്പായി ഡേവിഡ് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇരുത്തി. എന്നെ താഴെ ഇറക്കും മനുഷ്യ, എനിക്ക് ഉറങ്ങണം. കള്ളദേഷ്യത്തിൽ താഴെ ഇറങ്ങാൻ നോക്കിക്കൊണ്ട് മിത്ര പറഞ്ഞു. അവൾ പറഞ്ഞത് കാര്യമാകാതെ ഡേവിഡ് അവളുടെ കാലകത്തി മിത്രയിലേക്ക് ചേർന്ന് നിന്ന് അവളെടുപ്പിലേക്ക് പിടിമുറുക്കി തന്നിലേക്ക് ചേർത്തു. ദേവ, എന്നെ നോക്ക്. ഡേവിഡ് പറഞ്ഞത് കേട്ടിട്ടും മിത്ര അവനെ നോക്കാതിരുന്നതും ഡേവിഡ് അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ച് ഞൊടിയിട കൊണ്ട് അവളുടെ ആദരങ്ങളെ കഴിച്ചെടുത്ത് വായിലാക്കി നുണയാൻ തുടങ്ങി. ആദ്യം മിത്ര എതിർത്തുവെങ്കിലും പതിയെ ചുംബനത്തിൽ അവളുടെ എതിർപ്പുകളെല്ലാം മലിഞ്ഞില്ലാതായിരുന്നു.